നമുക്കൊക്കെ ഭാവിയിൽ കുറേ ആഗ്രഹങ്ങളുണ്ട്. അതിലൊന്നാണ് സക്സസ്ഫുൾ ആയ ട്രേഡർ ആവുന്നത്. സോ ദാറ്റ് നമുക്ക് ഭാവിയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവുക എന്നുള്ള കാര്യം അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് നമ്മളെ പോലത്തെ ട്രേഡർക്ക്. പക്ഷെ നമുക്കറിയാം മറ്റുള്ളവർക്കൊക്കെ പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ടും പറ്റും. ഒരു കൊല്ലം ഞാൻ കോളേജ് സ്റ്റഡീസിൻ്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 6 മാസമായിട്ട് എല്ലാത്തിൽ നിന്നും ഒരു ബ്രേക്ക് ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടു ബി എ സക്സസ്ഫുൾ കൺസിസ്റ്റന്റ് ട്രേഡർ. ഈ വീഡിയോ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ കൺസിസ്റ്റന്റ് ആവാത്ത ഞാൻ എന്തിന് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊരു ചാനൽ തുടങ്ങണം, ഈ ചാനൽ എങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, അതുപോലെ തന്നെ നമുക്കെങ്ങനെ ഒരുമിച്ച് കോഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവാൻ കഴിയും. ഞാൻ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങളെ പോലെ തന്നെ യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു സീനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ മറ്റോ ഇങ്ങനെ ട്രേഡിംഗ് എന്ന് വെറുതെ സെർച്ച് ചെയ്താൽ അവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഒരു കുറേ ട്രേഡേഴ്സ്, അതും സക്സസ്ഫുൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പല ട്രേഡേഴ്സും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നതാണ്. പക്ഷേ ഇവിടെ എനിക്ക് എന്തായിരുന്നു വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് എന്നോടൊപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണമായിരുന്നു. നമ്മളിപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം, നമ്മുടെ സൈക്കോളജിയെ പറ്റിയും നമ്മുടെ ഫൈനാൻസിനെ പറ്റിയും കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ പല ബാരിയേഴ്സിൽ കൂടെ അല്ലെങ്കിൽ പല ലേണിംഗ് കേർവ്സിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പം ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ യൂട്യൂബിൽ കാണുന്നതെന്ന് വെച്ചാൽ എല്ലാവരും സക്സസ്ഫുൾ ആണ്, എല്ലാവരും മെജോറിറ്റി ഓഫ് ദ മന്ത് ഗ്രീനും ആണ്. അപ്പം വാട്ട് അബൌട്ട് പീപ്പിൾ ലൈക്ക് us who still learning അല്ലേ? ഈ ഒരു ചാനലിൽ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് എന്തെന്നാൽ നമ്മളെ പോലെ ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് എയിം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ഈ ട്രേഡിംഗ് ജേർണീനെ പറ്റി ഡിസ്കസ് ചെയ്യാനും, അതായത് നമ്മുടെ ഈ മെൻ്റൽ സൈക്കോളജി, നമ്മുടെ സ്ട്രാറ്റജി, അതുപോലെ തന്നെ നമ്മുടെ മിസ്റ്റേക്സ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യാനും, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ ഒരു ട്രേഡിംഗ് ജേർണീനെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യുന്ന പല മെൻറ്റേഴ്സും ബുക്സും ബ്ലോഗ്സും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനും കൂടിയാണ്. സോ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം: മെൻ്റൽ സൈക്കോളജി, മെൻറ്റേഴ്സ്, മിസ്റ്റേക്സ്, ബുക്സ്, ബ്ലോഗ്സ്, സ്ട്രാറ്റജീസ് ആൻഡ് ആപ്സ്. സോ ഞാൻ എങ്ങനത്തെ ട്രേഡറാണ്, അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ജേർണിയിൽ ഞാനിപ്പോൾ ഏത് സ്റ്റേജിലാണുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള ജേർണിനെ ഞാൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ്, ഇനീഷ്യൽ സ്റ്റേജ് വെർ വി മേക്ക് ബിഗ് ലോസസ്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്താണോ അതോ റിസ്ക് മാനേജ്മെന്റ് എന്താണോ ഇതൊന്നും അറിയത്തില്ല, നമ്മൾ ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ വലിയ വലിയ ലോസുകളും വന്നുകൊണ്ടിരിക്കും. സെക്കൻഡ്, എമേച്ചർ സ്റ്റേജ്. റിസ്ക് മാനേജ്മെന്റും പലതും നമ്മൾ പഠിച്ചിരിക്കുക. നമ്മൾ ലോസ് ഒക്കെ ലിമിറ്റ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ബേസിക്സ് ഒക്കെ നമ്മുടെ തലയിൽ ഉറച്ചിരിക്കുക. തേർഡ്, NLNP, അതായത് നോ ലോസ് നോ പ്രോഫിറ്റ്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കൺസിസ്റ്റന്റ് ആയിട്ടില്ല, പക്ഷെ നമ്മുടെ മെന്റലി കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. നമുക്ക് മന്ത് എൻഡിൽ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ നമ്മുടെ ബ്രോക്കറേജും ടാക്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോഴും ലോസ് തന്നെയാണ്. ഫോർത്ത് വൺ, ദ കൺസിസ്റ്റന്റ് ട്രേഡർ വെർ വി ഓൾ വോണ്ട്സ് ടു റീച്ച്. ഇവിടെ ട്രേഡർ കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ ട്രേഡർ ഒരിക്കലും ലോസ് ഉണ്ടാക്കുന്നതല്ല, മെജോറിറ്റി ഓഫ് ദ മന്ത് ആ ട്രേഡർ പ്രോഫിറ്റ്സിലായിരിക്കും. ഇവിടെ ഈ ഒരു ജേർണി കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ ആൻഡ് ഞാൻ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ട്രേഡിംഗ് ജേർണിയിൽ ഞാൻ ഏതൊരു സ്റ്റേജിലാണുള്ളത് പറയുകയാണെങ്കിൽ കുറേ കാലം ഞാൻ സെക്കൻഡ് സ്റ്റേജിലായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് തേർഡ് സ്റ്റേജിലേക്ക് മാറിയിരിക്കുക. അതായത് ഒരു നോ ലോസ് നോ പ്രോഫിറ്റ് എന്ന രീതിക്ക്. പക്ഷേ എൻഡ് ഓഫ് ദ മന്ത് നോക്കുവാണെങ്കിൽ ഈ ബ്രോക്കറേജും ടാക്സും ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഐ ആം സ്റ്റിൽ ഇൻ ലോസ്. ബട്ട് സ്റ്റിൽ പണ്ട് ഏതൊരാൾ പറഞ്ഞതുപോലെ സക്സസ് കൺസിസ്റ്റ് ഓഫ് ഗോയിങ് ഫ്രം ഫെയിലിയർ ടു ഫെയിലിയർ വിത്ത് നോ ലോസ് ഓഫ് എന്തൂസിയാസം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും കുറേ വീഡിയോസ് ഈ ചാനലിലേക്ക് വരാൻ പോകുന്നുണ്ട്. സ്റ്റേ സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വി വിൽ ബി സക്സസ്ഫുൾ.